ചരിത്രത്തിലെ ഒരു സർക്കാരിന്റെ ദയനീയമായ തോൽവിയാണ് പിണറായി വിജയന്റെ സർക്കാരിനുണ്ടായിട്ടുള്ളത്. എറണാകുളം ജില്ലയിൽ കോർപ്പറേഷനിൽ കോൺഗ്രസിന് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം UDF-നുണ്ടായിരിക്കുന്നു. ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും അഭിമാനകരമായിട്ടുള്ള വിജയമാണ് UDF-നുണ്ടായിട്ടുള്ളത്. ഈ ചരിത്ര വിജയം എറണാകുളം ജില്ലയിൽ UDF-ന് സമ്മാനിച്ച മുഴുവൻ ജനങ്ങൾക്കും നന്ദി പറയുകയാണ്. ഒരു സർക്കാരിന് ഇതുപോലെ ഭരണവിരുദ്ധത ഉണ്ടായത് മനസ്സിലാക്കാനുള്ള സാമാന്യമായ വിവേകം പിണറായി വിജയനും LDF-നും ഉണ്ടായില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. കോടിക്കണക്കിന് രൂപയുടെ PR വർക്കുകൾ നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമം മാത്രമായി ഒരു സർക്കാരിന്റെ 9.5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ ചുരുങ്ങി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ സമയത്ത് അവലോകനം നടത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശന്റെയും KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് MLA-യുടെ കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ കൂട്ടായി നടത്തിയ മുന്നൊരുക്ക പ്രവർത്തനങ്ങളും താഴെ തട്ടുവരെയുള്ള സാധാരണ പ്രവർത്തകർ അത്യുദ്ധാനം നടത്തി നേടിയെടുത്ത ഒരു വിജയം കൂടിയാണ് ഈ വിജയം. UDF-ന് ഇത്തരത്തിലുള്ള വിജയം ചരിത്രത്തിൽ ആദ്യമാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരാതികളൊക്കെ ഉണ്ടായെങ്കിലും അതൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പരിഹരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും UDF നേതാക്കന്മാർ ഒറ്റക്കെട്ടായി നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാലും ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചു. പക്ഷെ അതൊന്നും ഈ വിജയത്തിന്റെ തിളക്കത്തെ കുറയ്ക്കാനോ ഈ തെരഞ്ഞെടുപ്പിന് UDF-നെ കോട്ടം തട്ടുന്ന രീതിയിലേക്ക് മാറ്റുവാനോ അതിനൊന്നും സാധിച്ചില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിന്റെ ഈ വോട്ടെണ്ണൽ ദിനത്തിൽ നമുക്ക് റിസൾട്ട് പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊച്ചി കോർപ്പറേഷനിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് 47 സീറ്റാണ് 76-ൽ ലഭിച്ചത്. UDF-ന് ചില സീറ്റുകളിലൊക്കെ നിസ്സാരമായ വോട്ടിനാണ് UDF പരാജയപ്പെട്ടത്. ഈ തെരഞ്ഞെടുപ്പിൽ 1.5 വർഷക്കാലം മുമ്പ് തുടങ്ങിയ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച മുന്നൊരുക്ക പ്രവർത്തനം, ആ മുന്നൊരുക്ക പ്രവർത്തനത്തിൽ UDF-ന്റെ താഴെ തട്ട് വരെയുള്ള മുഴുവൻ ആളുകളും കൃത്യമായ പ്രവർത്തനം നടത്തി. ജില്ലയിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ, UDF-ന്റെ നേതാക്കന്മാർ ഒത്തുചേർന്നിരുന്ന് സ്ഥാനാർത്ഥി നിർണയം എളുപ്പത്തിൽ പൂർത്തിയാക്കി. മികച്ച രീതിയിലുള്ള ക്യാമ്പയിൻ ഈ കോർപ്പറേഷന്റെ 5 വർഷക്കാലത്തെ ഈ നഗരസഭാ ഭരണത്തിന്റെ അഴിമതിയും കെടുകാര്യസ്ഥതയും വികസന വിരുദ്ധതയും ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 5 വർഷക്കാലം നഗരസഭാ ഭരണത്തിന്റെ കഴിവുകേടുകൾ മാത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ബ്രഹ്മപുരത്ത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടന്നത് ബയോമൈനിങ്ങിന്റെ പേരിൽ. പാർട്ടി ബന്ധുക്കൾക്ക് LDF-ന്റെ കൺവീനറായിരുന്ന വൈക്കം വിശ്വന്റെ മകൾക്കും മരുമകനും അവരുടെ കമ്പനിക്കും കൊടുത്ത അനധികൃത കരാർ കോർപ്പറേഷന് വരുത്തി വെച്ചത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ്. ഏകദേശം 18 കോടി രൂപയോളമാണ് ബ്രഹ്മപുരത്ത് തീ കത്തുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഈ കോർപ്പറേഷൻ സർക്കാരും ചെലവഴിച്ചത്. 134 കോടി രൂപയ്ക്കാണ് ബയോമൈനിങ് രണ്ടാമത് കരാറ് കൊടുത്ത് പൂർത്തീകരിച്ചത്.
എത്ര കോടി രൂപയാണ് ജനങ്ങളുടെ പൊതുപണം അഴിമതിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ടതെന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് മനസ്സിലാക്കണം. ബ്രഹ്മപുരം കത്തിയപ്പോൾ ആ ദിവസങ്ങളിലൊന്നും വേറെ ഈ നാട്ടിലെങ്ങും കാണാൻ സാധിച്ചില്ല. അദ്ദേഹം ഒളിവിലായിരുന്നു. കോർപ്പറേഷനും നഗരത്തിനും എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഏതെല്ലാം തരത്തിലാണ് അത് ബാധിക്കപ്പെടുന്നത്, ആ സമയങ്ങളിലൊന്നും വേറെ കാണാൻ സാധിച്ചില്ല. ഇപ്പോൾ ഈ ഭരണവും UDF വലിയ വിജയം നേടിക്കഴിയുമ്പോൾ സത്യത്തിൽ വേറെ നിങ്ങൾക്ക് ആർക്കും ഇനി വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കില്ല. മേയർ അനിൽകുമാർ ഒളിവിൽ തന്നെ ആയിരിക്കും. കോർപ്പറേഷൻ ഇതുപോലെ ഒരു ദുർഗതി ഉണ്ടായ ഒരു 5 വർഷക്കാലം ഉണ്ടായിട്ടുണ്ട്. ടോണി ചമ്മണി മേയറായിരുന്ന സമയത്ത് ആരംഭിച്ച കൊച്ചി സ്മാർട്ട് മിഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, അത് തുടർന്ന് സൗമിനി ജയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളിൽ ചിലത് പൂർത്തിയാക്കി ഇത് ഞങ്ങളുടെ പദ്ധതിയാണ് എന്ന് അച്ചടിച്ച് വലിയ പുസ്തകം ലക്ഷക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് പുസ്തകം അച്ചടിച്ച് വീടുകളിൽ കൊണ്ടുപോയി കൊടുത്തും പ്രചരണം നടത്തിയാൽ അതൊന്നും LDFിൻ്റെതാകില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി കാണും. UDFിന്റെ കാലഘട്ടത്തിൽ തുടങ്ങി വെച്ച പദ്ധതികളിൽ ചിലത് പൂർത്തീകരിച്ചതല്ലാതെ മെട്രോപൊളിറ്റൻ നഗര ആസൂത്രണ സമിതി രൂപീകരിച്ച ശേഷമോ അതിനു മുന്നോ ഒരു മെട്രോ നഗരം എന്നുള്ള രീതിയിൽ കൊച്ചിക്ക് 1 രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പ്രത്യേകമായി സമ്മാനിക്കാത്ത ഒരു സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാർ. ഒരു കാര്യത്തിൽ പിണറായി വിജയനോട് ഞാൻ നന്ദി പറയുകയാണ്. കൊച്ചി നഗരത്തിൽ വന്നിട്ട് പത്രസമ്മേളനം നടത്തി അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിങ്ങിൽ അദ്ദേഹം പറഞ്ഞത് കൊച്ചി മെട്രോയും വാട്ടർ മെട്രോയുമാണ് കൊച്ചിയുടെ ഏറ്റവും മികച്ച പദ്ധതികൾ, കേരളത്തിന്റെ ഏറ്റവും മികച്ച പദ്ധതികൾ എന്ന് അദ്ദേഹം അഭിമാനത്തോടു കൂടി പറയുകയുണ്ടായി. ലോകത്ത് നിന്ന് അത് പഠിക്കാനായി നിരവധി ആളുകളാണ് കൊച്ചിയിലേക്ക് കടന്നു വരുന്നതെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് കൊച്ചി മെട്രോയും വാട്ടർ മെട്രോയും ആരാണ് നടപ്പിലാക്കിയതെന്ന് കൃത്യമായി കൊച്ചിയിലെയും കേരളത്തിലെയും ജനങ്ങൾക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കിയ ജനം ഈ സർക്കാരിനും കോർപ്പറേഷന്റെ ഈ അഴിമതി നിറഞ്ഞ ഭരണത്തിനുമെതിരായി ജനവിധി എഴുതിയതാണ് UDFിന്റെ ഈ തിളക്കമാർന്ന വിജയത്തിൽ സമ്മാനിച്ചത്. ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച UDFിന്റെ മുഴുവൻ ജനപ്രതിനിധികൾ ജില്ലയിൽ വിജയിക്കപ്പെട്ട മുനിസിപ്പാലിറ്റികൾ ഏകദേശം 11 മുനിസിപ്പാലിറ്റിയാണ് 13 എണ്ണത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി വിജയിച്ചിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിൽ ഭൂരിഭാഗം ജില്ലാ പഞ്ചായത്തുകളും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് എന്നുള്ളതാണ് ഈ സമയത്ത് വോട്ടെണ്ണി പൂർത്തീകരിക്കാൻ ഇരിക്കുന്നത്. ഭൂരിഭാഗം സ്ഥലങ്ങളിൽ UDFിന് വലിയ വിജയം, 3-2 വിജയത്തിന് അപ്പുറത്ത് വിജയിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 12 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 60-ലധികം പഞ്ചായത്തുകൾ, ഇവിടെയെല്ലാം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ, തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ തീരുന്ന ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത്. ഇത്ര തിളക്കമാർന്ന വിജയം ജനങ്ങൾ സമ്മാനിച്ചതിൽ 100% ജനങ്ങൾക്ക് വേണ്ടി, നാടിനു വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലുള്ള സംശുദ്ധമായിട്ടുള്ള, ക്രിയാത്മകമായിട്ടുള്ള, വികസനോന്മുഖമായിട്ടുള്ള ഒരു ഭരണത്തിന് ഐക്യ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കും. അതിന് 100% ജനങ്ങളോട് ബാധ്യതപ്പെട്ട ആളുകളായിരിക്കും ഐക്യ ജനാധിപത്യ മുന്നണി. വരും ദിവസങ്ങളിൽ കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും ഗ്രാമപഞ്ചായത്തുകളിലും പുതിയ ഭരണസമിതിയെ അധികാരത്തിൽ തെരഞ്ഞെടുക്കുന്നതിന് UDFും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് അതിന് ബന്ധപ്പെട്ട ത്രിതല പഞ്ചായത്തിൽ ജയിച്ചു വന്നിരിക്കുന്ന ആളുകൾക്ക് ആരാണ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, കോർപ്പറേഷൻ മേയർ, ഡെപ്യൂട്ടി മേയർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ കാര്യത്തിൽ ഒരു തടസ്സവും കൂടാതെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അതിന് നേതൃത്വം കൊടുക്കും എന്നുകൂടി നിങ്ങളെ അറിയിക്കുക.